എസ്.എഫ്.ഐയുടെ കുറ്റപത്രം വന്നു. വീണ പ്രതിയാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. ഇതിനിടയിൽ ഏപ്രിൽ 4 വീണ വിജയനും അമ്മ കമലയും കൂടി തമിഴ്നാട്ടിലൊരു ക്ഷേത്രം സന്ദർശിച്ചതിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എസ്.എഫ്.ഐക്കെതിരെ ശത്രു സംഹാര പൂജ നടത്താൻ പോയതായിരിക്കുമോ? അല്ല, അവർക്ക് ദൈവവിശ്വാസം ഉണ്ടാകുന്നത് നല്ലതാണ്. എന്തിലെങ്കിലുമൊക്കെ വിശ്വസിക്കണം. മനുഷ്യന് ആപത്തും പതനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ ഓർക്കുക. അത് ഏത് എത്തിയിസ്റ്റും ഒരുപക്ഷെ അടികൊള്ളുമ്പം അള്ള എന്നോ ദൈവം എന്നോ ഈശ്വര എന്നൊക്കെ പറയുമല്ലോ. അപ്പം ആ ഒരു അവസ്ഥ അവർ അമ്പലത്തിൽ പോയതിനെ ഞാൻ കുറ്റമായിട്ടല്ല കാണുന്നത്, അവർക്ക് വന്ന മാറ്റമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. അവർ പോയിക്കോട്ടെ. പക്ഷേ ഈ കേസ് വീണ മുഹമ്മദ് റിയാസിനെതിരെ വന്നിരിക്കുന്ന കേസ് അതീവ ഗുരുതരമാണ്. അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട്. അതിലെ സാമ്പത്തിക ഇടപാടുകളും അതീവ ഗുരുതരമാണ്. അവർ മാത്രമല്ല, CMRL എന്ന കമ്പനി, ആ കമ്പനി കൊടുത്തിരിക്കുന്ന പല രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപ, അവരുടെ കള്ളക്കണക്കിൻ്റെ രേഖകൾ വിശദമായി പുറത്തു വന്നിരിക്കുന്നു. അതെല്ലാം അതിൽ 2.7 കോടി രൂപയുടെ പങ്ക് പറ്റിയിട്ടുണ്ട്. മാസങ്ങളായിട്ട് പല ഗഡുക്കളായിട്ട് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി, വീണയുടെ കമ്പനി സ്വീകരിച്ചിരിക്കുന്നു. അതിന് തക്കതായ ആ കാലയളവിൽ തിരിച്ച് എന്തിനു വേണ്ടി ഈ പണം സ്വീകരിച്ചു എന്നതിന് അടിസ്ഥാനമില്ല. അതായിരുന്നു നേരത്തെ തന്നെയുള്ള കണ്ടെത്തൽ. അതിപ്പോൾ പരിശോധിച്ചപ്പോൾ, അതായത് SFIO പരിശോധിച്ചപ്പോൾ, സീരിയസ് ഫ്രോഡ് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഇത് വസ്തുതാപരമാണ്. അവർക്കെതിരെ ധന്യ പറഞ്ഞതുപോലെ 10 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന ഗുരുതരമായ കുറ്റമാണ്. അതിൽ നിന്ന് വീണയ്ക്ക് രക്ഷപ്പെടാൻ ശരിയായ മാർഗങ്ങളൊന്നുമില്ല. ഇതിൽ ഈ കേസ് എന്തുകൊണ്ട്, ഇത് കേസ് ഉത്ഭവിച്ചിട്ട് കുറേ നാളുകളായി. ഇതെന്തുകൊണ്ടാണ് പിന്നെ വരാത്തത്? ഒരുപക്ഷെ പൊതുസമൂഹം ഒന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കേരള ഹൈക്കോടതിയിൽ മാത്യു കുഴൽനാടൻ ഈ കേസിൽ നൽകിയ പരാതി തള്ളപ്പെട്ട് വിടുകയായിരുന്നു, പെറ്റീഷൻ. അപ്പോൾ അത് ഈ കേസിൻ്റെ ഗതിയെല്ലാം തീർന്നു. ഈ കേസെല്ലാം കള്ളക്കേസായിരുന്നു, ഇതിനകത്തൊന്നും നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് ആശ്വസിച്ച് കഴിയേ ഇത് കേന്ദ്രത്തിൻ്റെ പരിഗണനയിൽ SFIയുടെ പരിശോധനയിലിരിക്കെ ഈ അടുത്ത കാലത്തൊരു തെറ്റിദ്ധാരണ പരക്കാനിടയായി. അത് കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ദുരിതം മാറ്റുവാനായിട്ട് ഡൽഹിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ടൊരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുത്തത് ധനമന്ത്രി ബാലഗോപാലല്ല, കേരള ഗവർണറാണ്. കേരള ഗവർണറും മുഖ്യമന്ത്രിയും കൂടെ കേരളത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ അവതരിപ്പിക്കുവാൻ ഡൽഹി കേരള ഹൗസിൽ ഒരു അസാധാരണമായ കൂടിക്കാഴ്ച നടത്തി. സാധാരണഗതി കേന്ദ്ര ധനമന്ത്രിയെ കേരളത്തിൻ്റെ ആവലാതി ആവശ്യകതകളുമൊക്കെ പറയാനായിട്ട് അങ്ങോട്ട് ചെന്ന് അവരുടെ സങ്കേതത്തിൽ ചെന്ന് സംസാരിക്കുകയും അപ്പോയിൻമെൻറ്റ് വാങ്ങി സംസാരിക്കുകയാണ് പതിവ്. ആ പതിവിന് വിരുദ്ധമായി വളരെ ഉദാരപൂർവ്വം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്തേക്ക് വന്നു. അതൊരു പ്രാതൽ വിരുന്നിന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിൻ്റെ നയതന്ത്രപരമായ ഒരു വിജയമായിട്ടാണ് അന്ന് എല്ലാവരും അതിനെ കണ്ടത്. അപ്പോൾ ഒരു പ്രാതൽ വിരുന്നിൽ അവിടെ വിളമ്പിയ വിഭവങ്ങളുടെ ഡീറ്റെയിൽസ് വരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുട്ട്, കടല, ഇഡലി, സാമ്പാർ, ദോശ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അത്രയും വിശദമായ ഒരു കൂടിക്കാഴ്ച വിവരം പുറത്തു വന്നപ്പോൾ ഒരു തെറ്റിദ്ധാരണയാണ് അതിന് കൂടെ ഉടലെടുത്തത്. തെറ്റിദ്ധാരണ എന്തെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും എതിരെ സീരിയസ് ആയ ചില കുറ്റാന്വേഷണ ഫയലുകൾ ഡൽഹിയിലുണ്ട്. അത് നിർമ്മല സീതാരാമൻ്റെ വകുപ്പിൽപ്പെട്ടതാണ് ഈ വീണയുടെ ഫയൽ, പ്രത്യേകിച്ചും ധനകാര്യ വകുപ്പിൻ്റെ കാഴ്ചപ്പാടിലാണ്. അങ്ങനെ ഇരിക്കെ ഈ കൂടിക്കാഴ്ചയിൽ അതിനുവേണ്ടിയുള്ള ഒരു ശുപാർശയുടെ എലമെൻ്റ് ഇതിനകത്തുണ്ടോ എന്ന് പൊതുജനം സംശയിക്കുന്നുണ്ടായിരുന്നു.
മാത്രമല്ല കേരളത്തിലെ ഇവരുടെ CPM-ൻ്റെയും BJP-യുടെയും രാഷ്ട്രീയ ശത്രു മേഖലയിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത് ഇവിടെ രഹസ്യബന്ധം ആരോപിക്കുന്നുണ്ട്. അത് കുറേ കാലമായിട്ട് പറയുന്നുണ്ട് CPM BJP രഹസ്യബന്ധം. ഈ രഹസ്യ ബാന്ധവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലൊരു തുടർഭരണം അനുവദിച്ചു കൊടുക്കുന്നതിനുള്ള പിന്നെ നടപടിയുടെ ഒരു സൂചനയാണ് ഈ കൂടിക്കാഴ്ചയെന്നും ഇതിലൂടെ പിണറായി വിജയന് എതിരെ CBI എടുത്തിട്ടുള്ള കേസ്, ലാവ്ലിൻ കേസ്, അദ്ദേഹം ട്രയൽ നേരിടണോ വേണ്ടയോ എന്നുള്ള കേസും, അതുപോലെ വീണ വിജയൻ്റെ ഈ മാസപ്പടി കേസും ഒക്കെ അസ്തമിച്ചു പോകുന്നതിൻ്റെ അടിസ്ഥാനം BJP-യും CPM-ഉം തമ്മിലുള്ള അവിഹിത ബന്ധമാണ്, രഹസ്യബന്ധമാണ് എന്നുമൊക്കെ കോൺഗ്രസ്സുകാർ ആരോപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന BJP-ക്ക് ഒരു പുതിയ തലവനുണ്ടായി. രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം നേരെ ഡൽഹി പോയി. തിരിച്ചു വന്നപ്പോൾ ഈ ധാരണകളൊന്നും എല്ലാം തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് SFIOയുടെ പിന്നെ നടപടി കുറ്റപത്രം പുറത്തു വരികയാണ്. വീണ കുറ്റക്കാരിയാണ് എന്ന് വിധിക്കുന്ന, അവർക്കെതിരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ടെന്നും അവർ മാസപ്പടി വാങ്ങിയത് കുറ്റകരമാണെന്നും, മാത്രമല്ല CMR അവൻ്റെ ഈ മണൽ കമ്പനിയുടെ ഉടമ കർത്തായും ഒക്കെ ട്രബിളിലായി. അവർക്കെതിരെയൊക്കെ നടപടി വരുന്ന, സാമ്പത്തിക ക്രമക്കേടിന് നടപടി വരുന്ന ഒരവസ്ഥയിലേക്ക് കേസ് ഉരുത്തിരുന്നു. ഇപ്പോൾ ഇനി ഈ BJP CPM രഹസ്യബാന്ധവം ഇനി ആരും പറയില്ല. കാരണം ഇത് വന്ന സന്ദർഭവും കൂടി ഓർക്കണം. CPM-ൻ്റെ സമ്മേളനം 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ആരംഭിച്ച പിറ്റേ ദിവസമാണ് ഇതൊരു ബോംബ് പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്ത് വീഴുന്നത്, ഈ വീണ കേസ്. അപ്പോൾ വീണ കേസ് ഇനി എങ്ങനെ നേരിടണം? വീണ കേസ് CPM-നെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള BJP-യുടെ കുതന്ത്രമാണെന്നൊക്കെ പറഞ്ഞ് തടി രക്ഷപ്പെടുത്താൻ, ഇവിടുത്തെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ വാദഗതികളിലെല്ലാം ദുർബലമാണ്, അതിനൊന്നും അടിസ്ഥാനമില്ല. ഈ മാസപ്പടി എന്ന് പറയുന്ന ഒരു സംഗതി പറ്റിയിട്ടുണ്ടോ? അത് എന്തിനു വേണ്ടി? കേരള മുഖ്യമന്ത്രിയുടെ മകൾ ഇവിടെയുള്ള ഒരു മണൽ കമ്പനിയിൽ നിന്ന് ഒരു ജോലിയും ചെയ്യാതെ ഒരു സർട്ടൺ പീരീഡിൽ 2.7 കോടി രൂപ വാങ്ങിയിരിക്കുന്നു. അത് എന്തിനു വേണ്ടി? അതിന് ആ കമ്പനിക്ക് കിട്ടിയ പ്രത്യുപകാരം എന്ത്? മാത്യു കുഴൽനാടൻ അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് തൃക്കുന്നപ്പുഴയിലെ മണൽ ഖനനത്തിനുള്ള ഈ കമ്പനിക്ക് ലഭിച്ച അനുമതിയുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുതകളൊക്കെ അന്വേഷിച്ചറിയേണ്ടതാണ്, നമുക്കതിനെപ്പറ്റി വ്യക്തതയില്ല. പക്ഷേ വീണയുടെ കടലാസ് കമ്പനിയും ഇപ്പോൾ നിലവിലില്ലാത്ത കമ്പനിയാണ് എക്സാലോജിക് സൊല്യൂഷൻസ്, ഇതിന് ആൻസറബിളാണ്. അപ്പോൾ വീണയുടെ രക്ഷകർത്താവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ഈ കേസിൻ്റെ അടുത്ത നീക്കത്തിൽ ഭയചകിതരായിരിക്കണം. മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് പോലും ഭീഷണിയുണ്ട്. എത്ര കാലം മുഖ്യമന്ത്രിയെ ഇനി CPM-ന് സംരക്ഷിക്കാൻ പറ്റും? ഇപ്പോൾ അദ്ദേഹത്തിന് വയസ്സിൽ ഇളവ് പോലും അദ്ദേഹത്തിന് മാത്രം അനുവദിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരുകയാണ് അദ്ദേഹം. അപ്പോൾ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടും കേരള മുഖ്യമന്ത്രിയുമായിട്ട് തുടരാനുള്ള അദ്ദേഹത്തിന് മാത്രം ലഭിച്ച ഒരു പ്രത്യേക അവകാശമാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വയസ്സിൽ അനുവദിച്ച ഇളവ്. ആ ഇളവിൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് പോകുന്ന ഒരാൾ ഇതുപോലെ ഗുരുതരമായ ഒരു ആരോപണത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ ചെന്ന് വിട്ടിരിക്കുകയും പാർട്ടിയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പം വീണ ഏതായാലും ഇതിന് അഴിയെണ്ണേണ്ടി വരും എന്നതിൽ യാതൊരു സംശയമില്ല.